ഹായ് ഗൈസ്, സി എ ഇന്റർമീഡിയറ്റ് പേപ്പർ 6 സെക്ഷൻ എ ഫൈനാൻഷ്യൽ മാനേജ്മെന്റിന്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്റെ പേര് ജിയാദ് റമീസ്. ഞാനൊരു സി എ ഫൈനൽ സ്റ്റുഡന്റ് ആണ് ആൻഡ് ഓൾസോ ദി ഫാക്കൽറ്റി ഫോർ ഫൈനാൻഷ്യൽ മാനേജ്മെന്റ്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഇൻട്രൊഡക്ഷൻ ടു ഫൈനാൻഷ്യൽ മാനേജ്മെന്റ് പരിചയപ്പെട്ടു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ചാപ്റ്റർ 6, ദാറ്റ് ഈസ് വൺ ഓഫ് ദി ഇമ്പോർട്ടന്റ് ബട്ട് സിമ്പിൾ ചാപ്റ്റർ, ദാറ്റ് ഈസ് ലെവറേജസ്. അപ്പൊ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്താണ് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് എന്ന് അറിഞ്ഞിരിക്കണം. അപ്പൊ എന്താണ് ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്? ഒരു ഇൻകം സ്റ്റേറ്റ്മെന്റ് ഈസ് യൂസ്ഡ് ഇൻ ദ ബിസിനസ് ടു ട്രാക്ക് ഫൈനാൻഷ്യൽ പെർഫോമൻസ് ഓഫ് എ കമ്പനി. അതായത് ഒരു കമ്പനിയുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസ് എങ്ങനെയുണ്ടെന്ന് അനലൈസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് എന്ത്? ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് മനസ്സിലാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം? ഒരു എക്സാമ്പിൾ നോക്കാം. അപ്പോ നമ്മുടെ ഡോലക്പൂർ എന്ന് പറയുന്ന വലിയൊരു മഹാസാമ്രാജ്യത്തിന് രക്ഷകനായിരുന്നു ആര്? നമ്മുടെ സ്വന്തം ഛോട്ടാ ഭീം. അപ്പൊ നമ്മുടെ ഛോട്ടാ ഭീം എന്ന് പറയുന്നതാണ് ഡോലക്പൂരിന്റെ രക്ഷകനായിരുന്നു. പക്ഷേ അദ്ദേഹം ഒരു ഡോലക്പൂരിന്റെ രക്ഷകൻ മാത്രമായിരുന്നില്ല. ഡോലക്പൂർ എന്ന് പറയുന്ന വലിയ രാജ്യത്തിലെ ഒരു വലിയ ബിസിനസ് മാൻ ആയിരുന്നു ആര്? നമ്മുടെ സ്വന്തം ഛോട്ടാ ഭീം. അപ്പൊ നമ്മുടെ ഛോട്ടാ ഭീമിന് അവിടെ സ്വന്തമായിട്ടൊരു കമ്പനി ഉണ്ട്. അതിന്റെ പേരാണ് ഛോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ്. എന്താണ്? ഛോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ നമ്മുടെ ഛോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനിയുടെ ഓണറാണ് ആര്? നമ്മുടെ സ്വന്തം ഛോട്ടാ ഭീം. അപ്പൊ ഈ കമ്പനീന്റെ ബിസിനസ് എന്ന് പറയുന്നത് എന്താണ്? ലഡു ബിസിനസ് ആണ്. ലഡു, അതായത് അവരെന്ത് ചെയ്യും? ലഡു മാനുഫാക്ചർ ചെയ്തിട്ട് സെയിൽ ചെയ്യും. അതാണ് അവരുടെ ബിസിനസ് എന്ന് പറയുന്നത്, ലഡു ബിസിനസ്. അപ്പൊ അവിടെ പലതരത്തിലുള്ള ലഡുകളുണ്ട്. ഓറഞ്ച് ലഡു ഉണ്ട്, റെഡ് ലഡു ഉണ്ട്, ഗ്രീൻ ലഡു ഉണ്ട്. ഈ റെഡും ഗ്രീനും എന്ന് പറയുന്നതാണ് സ്പൈസി ആണ് കേട്ടോ. ഇത് സ്പൈസി ആണ്, എരിവുള്ളതാണ്, സ്പൈസി ആണ്. ഇത് സ്വീറ്റും. അപ്പൊ അങ്ങനെ വെറൈറ്റി ഓഫ് ലഡു സെയിൽ ചെയ്യുന്ന കമ്പനിയാണ് എന്ത്? ഛോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്നത്. ഇപ്പൊ നമ്മുടെ ഛോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ആനുവൽ ഡീറ്റെയിൽസ് ആണ് നമുക്ക് തന്നിരിക്കുന്നത്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ലഡൂസ് സോൾഡ് പെർ ഇയർ എത്രയാണ്? 10,000 യൂണിറ്റ്സ്. അതായത് ഛോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ് 10,000 യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്. ഇതൊരു അസംഷൻ മാത്രമാണ്, ആക്ച്വൽ അല്ല കേട്ടോ. അപ്പോൾ ഈ അസംഷൻ എന്താ പറയുന്നത്? 10,000 യൂണിറ്റ്സ് ആണെന്ത് ഒരു വർഷം സെയിൽ ചെയ്യുന്നത്. ഒരു ലഡുവിന്റെ പ്രൈസ് എന്ന് പറയുന്നത് എത്രയാണ്? സെല്ലിംഗ് പ്രൈസ് പെർ ലഡു എത്രയാണ്? 50 റുപ്പീസ്. 50 റുപ്പീസ് ആണ് ഒരു ലഡുവിന്റെ പ്രൈസ് എന്ന് പറയുന്നത്. എല്ലാ ലഡുവിനും സെയിം പ്രൈസ് ആണെന്ന് അസ്യൂം ചെയ്യാം. ഓക്കെ. പിന്നെ വേരിയബിൾ കോസ്റ്റ് പെർ ലഡു എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. എന്താണ് വേരിയബിൾ കോസ്റ്റ് എന്ന് വെച്ചാൽ, അതായത് ഈ ഫിനിഷ്ഡ് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമുക്കുണ്ടായ എക്സ്പെൻസസിനെ പറയുന്ന പേരാണ് വേരിയബിൾ കോസ്റ്റ്. അപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഇത് റോ മെറ്റീരിയൽ പർച്ചേസ് ചെയ്തത്, പിന്നെ അതുപോലെ തന്നെ വേജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അതായത് അത് കുക്ക് ചെയ്യാൻ വേണ്ടി എന്തുണ്ടാവും? ആൾക്കാരുണ്ടാവും. അപ്പൊ അവർക്ക് നമ്മൾ വേജസ് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വേരിയബിൾ കോസ്റ്റ് ആയിരിക്കും. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഈ ലഡു കുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? സിലിണ്ടർ പർച്ചേസ് ചെയ്യണം, പിന്നെ ഷുഗർ പർച്ചേസ് ചെയ്യണം. അപ്പൊ അത്തരത്തിലുള്ള എക്സ്പെൻസസിനെ പറയുന്നവരാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പൊ ഈ വേരിയബിൾ കോസ്റ്റ് നമ്മുടെ സെയില് മാറുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും? വേരിയബിൾ കോസ്റ്റ് മാറിക്കൊണ്ടിരിക്കും. ഓക്കെ. അപ്പൊ ഈ വേരിയബിൾ കോസ്റ്റ് പെർ ലഡു എന്ന് പറയുന്നത് 20 റുപ്പീസ് ആണ്. ഇനി അടുത്തതാണ് ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. എന്താണ് ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത്? ഇത് പേര് പോലെ തന്നെ എന്താണ്? ഫിക്സ്ഡ് ആയിരിക്കും. അതായത് ഇത് നമ്മുടെ സെയില് മാറുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യില്ല? സെയില് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചിട്ട് ഇത് ഫിക്സ്ഡ് കോസ്റ്റ് എന്ത് ചെയ്യില്ല? ചേഞ്ച് ചെയ്യില്ല. ഫിക്സ്ഡ് കോസ്റ്റിന് എക്സാമ്പിൾ ആണ് റെന്റ്. നമ്മുടെ എന്ത് ചെയ്യുന്നു? ഛോട്ടാ ഭീമിന് ഈ ലഡു ഒക്കെ സ്റ്റോർ ചെയ്യാൻ വലിയൊരു വെയർ ഹൗസ് വേണമെന്ന് ഇരിക്കാം. അപ്പൊ അതിനെന്ത് ചെയ്യേണ്ടി വരും? റെന്റ് കൊടുക്കേണ്ടി വരും. അപ്പൊ ഈ റെന്റ് ഈ സെയിൽ വാല്യൂ, അതായത് സെയിൽ യൂണിറ്റ്സ് മാറുന്നതനുസരിച്ചിട്ട് റെന്റ് മാറോ? ഇല്ല, റെന്റ് ഫിക്സ്ഡ് ആയിരിക്കും. അപ്പൊ അതിനെയാണ് നമ്മൾ എന്താ പറയുക? ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയാം. അപ്പൊ ഇതിന്റെ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറയുന്നത് 2,50,000 ആണ്. ഇനി അടുത്ത നമുക്ക് ഡീറ്റെയിൽസ് എന്താണ്? ഛോട്ടാ ഭീം ഹാസ് ബോറോഡ് 1 lakh ഫ്രം ബാങ്ക്. അതായത് ബാങ്കിന്റെ അടുത്ത് നിന്നും ഈ ബിസിനസ് നടത്താൻ വേണ്ടിയിട്ട് നമ്മുടെ ഛോട്ടാ ഭീം 1 lakh റുപ്പീസ് എന്ത് ചെയ്തിട്ടുണ്ട്? കടം വാങ്ങിയിട്ടുണ്ട്. എത്ര റേറ്റ് ഓഫ് ഇൻട്രസ്റ്റിൽ? അറ്റ് 10% ഓഫ് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് പെർ ആനം. ഒരു വർഷത്തേക്ക് 10% റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് വരുന്ന രീതിയിലുള്ള 1 lakh റുപ്പീസ് എന്ത് ചെയ്തിട്ടുണ്ട്? നമ്മുടെ ഛോട്ടാ ഭീം ബാങ്കിന്റെ അടുത്ത് നിന്നും ബോറോ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പറയുന്നത് എന്താണ്? കൺസിഡർ ടാക്സ് അറ്റ് 50%. 50% ടാക്സ് റേറ്റ് ആണ് അപ്ലിക്കബിൾ എന്ന് പറയുന്നത്. ഓക്കെ. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടത്? പ്രിപ്പയർ ദി ഇൻകം സ്റ്റേറ്റ്മെന്റ് ഓഫ് ഛോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ്. ഓക്കെ. ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമുക്ക് ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് എങ്ങനെയാ നോക്കാം. ആരത്? ഛോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ്. അപ്പൊ ഇവിടെ ഫസ്റ്റ് വരുന്ന ഐറ്റം ഏതായിരിക്കും? സെയിൽസ്. അതായത് നമ്മുടെ ഛോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡിന് വരുന്ന ഇൻകം എവിടുന്നാണ്? സെയിൽസ്, അതായത് സെയിൽ റവന്യൂ. സെയിൽ റവന്യൂ അത് എത്രയാണ്? എത്ര യൂണിറ്റ്സ് ആണ് സെയിൽ ചെയ്യുന്നത്? നമുക്ക് നോക്കാം. സെയിൽ ചെയ്യുന്നത് 10,000 യൂണിറ്റ്സ്, 50 റുപ്പീസ് പെർ യൂണിറ്റ്. അപ്പൊ ഇവിടെ എന്താ എഴുതാം? 10,000 ഇൻറ്റു 50. അപ്പൊ അത് എത്രയായിരിക്കും? 5 lakh റുപ്പീസ്.
ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നിന്നും വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്യാം. മൈനസ് എന്ത്, വേരിയബിൾ കോസ്റ്റ്. ഇത്രയാണ് നമ്മളെ വേരിയബിൾ കോസ്റ്റ് വരുന്നത്. 10,000 ഇൻറ്റു 20 ആണ് നമ്മളെ പെർ യൂണിറ്റ് വേരിയബിൾ കോസ്റ്റ്. അപ്പൊ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് എത്ര കിട്ടി, 2 lakh rupees കിട്ടി. ഓക്കെ, അപ്പൊ ഇത് രണ്ടും മൈനസ് ചെയ്ത് കിട്ടുന്ന സംഭവത്തിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കോൺട്രിബ്യൂഷൻ. അതിനെ നമ്മൾ പറയാ, അതായത് സെയിൽ റവന്യൂന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കിട്ടുന്ന ആ ഒരു പ്രോഫിറ്റ് ഉണ്ടല്ലോ, അത് നമ്മൾ പറയുന്ന പേരാണ് എന്ത്, കോൺട്രിബ്യൂഷൻ. നമ്മൾ എന്താ പറയാ, കോൺട്രിബ്യൂഷൻ. അത് നമ്മൾ പറയുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. ഓക്കെ, നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും, 5 lakh 2 lakh മൈനസ് ചെയ്താൽ 3 lakh. 3 lakh ആണ് നമ്മളുടെ കോൺട്രിബ്യൂഷൻ. ഇനി നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ നേരത്തെ ഫിക്സ്ഡ് കോസ്റ്റ് ഇല്ലേ, ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, അത് നമ്മൾ എന്ത് ചെയ്യും, കോൺട്രിബ്യൂഷൻ്റെ അകത്ത് നിന്ന് മൈനസ് ചെയ്യും. മൈനസ് എന്ത്, ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്, മൈനസ് ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ്. ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് അത് എത്രയാണ്, 2,50,000. ഇത് നമ്മൾ മൈനസ് ചെയ്യും. ബാലൻസ് ഫിഗർ നമുക്ക് എത്ര കിട്ടും, 3 lakh മൈനസ് 2,50,000 ഇറ്റ്സ് ഈക്വൽ ടു 50,000. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, നമ്മുടെ കോൺട്രിബ്യൂഷൻ്റെ അകത്തുനിന്നും നമ്മുടെ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് കുറച്ച് കിട്ടുന്ന ആ ഫിഗറിനെ വിളിക്കുന്ന പേരാണ് EBIT. എന്താ വിളിക്കുക, EBIT. EBIT എന്ന് വെച്ചാൽ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. എന്താണ്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ഇനി ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇപ്പൊ ഇതിൽ പേര് തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ് ഏർണിങ്സ് ബിഫോർ എന്ത്, ഇൻട്രസ്റ്റും അതുപോലെ തന്നെ ടാക്സും. അപ്പൊ ഇനി അടുത്ത ഏതാ വരിക, ഇൻട്രസ്റ്റ്. അപ്പൊ ഇതിൽ നമ്മൾ എന്ത് ചെയ്യുക, ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക. ഇപ്പൊ ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യുക ഇതിനകത്തുനിന്ന്. ഇപ്പൊ എന്താണ് ഇൻട്രസ്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ നേരത്തെ ബാങ്കിന്റെ അടുത്ത് നിന്ന് ബോറോ ചെയ്തിട്ടില്ലേ എമൗണ്ട് 1 lakh rupees, അപ്പൊ അതിന്റെ പുറത്ത് 10% എന്തുണ്ട്, ഇൻട്രസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞില്ലേ, കണ്ട, ബാങ്കിന്റെ അടുത്ത് നിന്ന് 1 lakh rupees ബോറോ ചെയ്തപ്പോൾ 10% ഇൻട്രസ്റ്റ് ഉണ്ട്. അപ്പൊ അതാണ് ഇവിടെ വരുന്ന ഇൻട്രസ്റ്റ് എമൗണ്ട്. അപ്പൊ എത്രയാണ് ഇൻട്രസ്റ്റ്, ഇൻട്രസ്റ്റ് അത് എത്ര വരുന്നത്, 10,000. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടിയത്, ബാങ്കിന്റെ അടുത്ത് നിന്ന് ബോറോ ചെയ്ത 1 lakh ഇൻറ്റു 10%, and it is equal to എത്രയാണ്, 10,000. അപ്പൊ ഈ 10,000 നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ EBIT മൈനസ് ചെയ്യുക. അപ്പൊ ബാലൻസ് ഫിഗർ ആണ് എന്ത്, നമ്മുടെ ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് കഴിഞ്ഞ്. അപ്പൊ അടുത്തേത് വരുക, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഇത് നമ്മൾ വിളിക്കുന്ന പേരാണെന്ത്, ബാലൻസ് ഫിഗറിനെ വിളിക്കുന്ന പേരാണ് ഏർണിങ്സ് ബിഫോർ ടാക്സ്, ദാറ്റ് ഈസ് 40,000. ഏർണിങ്സ് ബിഫോർ ടാക്സ് എന്ത് വിളിക്കും, ഏർണിങ്സ് ബിഫോർ ടാക്സ് അഥവാ EBT, ഏർണിങ്സ് ബിഫോർ ടാക്സ്. എന്താ വിളിക്കുക, ഏർണിങ്സ് ബിഫോർ ടാക്സ്, ഏർണിങ്സ് ബിഫോർ ടാക്സ്. ഓക്കെ, ഇനി നമ്മൾ എന്താണ്, നമ്മളോട് പറഞ്ഞു ടാക്സ് റേറ്റ് എത്രയാണ്, 50%. 50% ടാക്സ് ആണ് നമ്മൾ കൊടുക്കേണ്ടത്. അപ്പൊ ഇതിൽ നിന്ന് എന്ത് ചെയ്യുക, നമ്മൾ ടാക്സ് മൈനസ് ചെയ്യുക. മൈനസ് എന്ത്, ടാക്സ് ആണ് 40,000 ഇൻറ്റു 50%, and it is equal to 20,000. അപ്പോൾ ഈ 20,000 എന്ത് ചെയ്യുക, മൈനസ് ചെയ്യുക. ബാലൻസിങ് ഫിഗർ ആണ് എത്ര, ബാലൻസിങ് ഫിഗർ ആണ് 20,000. ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ടാക്സ് കഴിച്ചിട്ടുള്ള എമൗണ്ടിനെ വിളിക്കുന്ന പേരാണ് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. എന്താ വിളിക്കുക, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. എന്തൊക്കെയാണ്, ആദ്യം നമ്മൾ എന്ത് ചെയ്തു, ആദ്യം നമ്മൾ സെയിൽ റവന്യൂ, നമ്മുടെ റവന്യൂ എത്രയാണ് കണ്ടുപിടിച്ചു, ദാറ്റ് ഈസ് 5 lakhs. എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തു. അത് ഈ എക്സാമ്പിൾ എത്രയാണ്, 2 lakhs. അപ്പം ബാലൻസ് വരുന്നത്, അതായത് സെയിൽ നിന്നും നമ്മൾ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, കോൺട്രിബ്യൂഷൻ. അപ്പൊ ആ കോൺട്രിബ്യൂഷനിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, നമ്മുടെ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് മൈനസ് ചെയ്തു. ആൻഡ് ഈ എക്സാമ്പിൾ അത് എത്രയാണ്, 2,50,000. അപ്പൊ ആ 3 lakh നിന്നും 2,50,000 കുറച്ചിട്ട് വരുന്ന ബാലൻസ് ദാറ്റ് ഈസ് 50,000. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, EBIT അഥവാ എന്ത്, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്.
ഇനി ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യും, ആദ്യം ഇൻട്രസ്റ്റ് മൈനസ് ചെയ്യും. ഈ എക്സാമ്പിളിൽ ഇൻട്രസ്റ്റ് ഈസ് ഈക്വൽ ടു 10,000. അപ്പോൾ 50,000 നിന്നും 10,000 മൈനസ് ചെയ്തിട്ടുള്ള ഫിഗർ 40,000 കിട്ടി. അത് നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. ഇനി ഏർണിംഗ്സ് ബിഫോർ ടാക്സിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു, ടാക്സ് മൈനസ് ചെയ്തു. ആ ടാക്സ് മൈനസ് ചെയ്ത് കിട്ടുന്ന ഫിഗറിനെ വിളിക്കുന്ന പേരാണ് എന്ത്, പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ്. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് അഥവാ പ്രോഫിറ്റബിലിറ്റി സ്റ്റേറ്റ്മെന്റ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ഏതൊരു ബിസിനസ് എടുത്താലും അതിന് എന്തുണ്ടാവും, റിസ്ക് ഉണ്ടാവും. അതായത് റിസ്ക് ഹേ തോ ഇഷ്ക് ഹേ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ റിസ്ക് ഉണ്ടെങ്കിൽ മാത്രമേ അതിൽ നിന്നും ഇഷ്ക് ഉണ്ടാവും. ഓക്കെ, ഇതാരാണ് പറഞ്ഞതെന്ന് നമുക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി ഈ റിസ്ക് എന്ന് പറയുന്നത് നമുക്ക് എന്ത് ചെയ്യാം, ബിസിനസിന്റെ ഓവറോൾ റിസ്ക് നമുക്ക് രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തെ റിസ്കിനെ വിളിക്കുന്ന പേരാണ് ഓപ്പറേറ്റിംഗ് റിസ്ക്. രണ്ടാമത്തെ റിസ്കിനെ വിളിക്കുന്ന പേരാണ് ഫൈനാൻഷ്യൽ റിസ്ക്. എന്താണ് വിളിക്കുക, ഫൈനാൻഷ്യൽ റിസ്ക്. ഓക്കെ, ഫൈനാൻഷ്യൽ റിസ്ക്. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് റിസ്ക് ഉണ്ടാവുന്നത് എപ്പോഴാണ്, ഈ ഓപ്പറേറ്റിംഗ് റിസ്ക്, അപ്പൊ നമുക്ക് ആ പേര് നിന്ന് തന്നെ മനസ്സിലാവും. ഓപ്പറേറ്റിംഗ് റിസ്ക്, നമ്മുടെ ഓപ്പറേഷൻ ആയിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പം ഈ ഓപ്പറേറ്റിംഗ് റിസ്ക് അറൈസസ് ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ നേരത്തെ എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ഇവിടെ ഈ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് കാണുന്നില്ലേ, ഫിക്സ്ഡ് കോസ്റ്റ്. അതായത് ഒന്നുമില്ല, നമ്മൾ ഈ ചോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ്, നമ്മൾ ചോട്ടാ ഭീമിന്റെ ചോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തെന്ന് വിചാരിക്കാം. അതായത് ബിസിനസ് ഒന്നും നടക്കുന്നില്ലെന്ന് വിചാരിക്കാം. അപ്പൊ നമ്മുടെ റവന്യൂ എത്രയായിട്ട് കുറയും, 0 ആവും. വേരിയബിൾ കോസ്റ്റ് 0, കോൺട്രിബ്യൂഷൻ എത്രയാവും, 0. പക്ഷെങ്കിലോ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് അപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. അതായത് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, നമ്മുടെ ബിസിനസ് ഷട്ട് ഡൗൻ ചെയ്താലും നമ്മൾ ആ ഫിക്സ്ഡ് കോസ്റ്റ് കൊടുക്കാൻ ലയബിൾ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് അവിടെ ഒരു റിസ്ക് ഇല്ലേ, ആ റിസ്കിനെ പറയുന്ന പേരാണെന്ത്, ഓപ്പറേറ്റിംഗ് റിസ്ക്. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് റിസ്ക് അറൈസസ് ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. ഇനി അടുത്തതാണെന്ത്, ഫൈനാൻഷ്യൽ റിസ്ക്. ഈ ഫൈനാൻഷ്യൽ റിസ്ക് എപ്പോഴാണ് വരാന്ന് വെച്ചാൽ, ഫൈനാൻഷ്യൽ റിസ്ക് അറൈസസ് വെൻ ദർ ഈസ് എക്സിസ്റ്റൻസ് ഓഫ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. എന്താണ് ഇൻട്രസ്റ്റ് കോസ്റ്റ്? അതായത് സപ്പോസ് ഇതേ എക്സാമ്പിൾ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ ചോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ് എന്ത് ചെയ്തു, ഷട്ട് ഡൗൺ ചെയ്തു. നമ്മുടെ ചോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ് ഇപ്പം റൺ ചെയ്യുന്നില്ല. അപ്പൊ അവരുടെ സെയിൽ റവന്യൂ എന്ന് പറയുന്നത് 0 ആണ്. പക്ഷെങ്കിലോ അവരെന്ത് ചെയ്തിരുന്നു, ബാങ്കിനടുത്ത് നിന്ന് ബോറോ ചെയ്തില്ലേ. അപ്പൊ അതിന് ഇൻട്രസ്റ്റ് അവരെന്തായാലും കൊടുക്കണ്ടേ. അവർ ബിസിനസ് നടത്തുന്നുണ്ടോ ഇല്ലയോ ഒന്നും ബാങ്കിന് അറിയണ്ട. നിങ്ങൾ കടം വാങ്ങിച്ചിട്ടുണ്ടോ, അതിന്റെ ഇൻട്രസ്റ്റ് ഞങ്ങൾക്ക് കിട്ടണം, അങ്ങനല്ലേ ബാങ്ക് പറയാ. അപ്പൊ അവിടെ ആ ഇൻട്രസ്റ്റ് കൊടുക്കാൻ അവർ ലയബിൾ അല്ലേ. അപ്പൊ അവിടെ ഒരു ഫൈനാൻഷ്യൽ റിസ്ക് ഇല്ലേ. അപ്പൊ അതിനെയാണ്, ആ ഫൈനാൻഷ്യൽ റിസ്ക് എന്തുകൊണ്ടാണ് വരുന്നത്, ഇൻട്രസ്റ്റ് കോസ്റ്റ് കൊണ്ടാണ് വരുന്നത്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഓവറോൾ ടോട്ടൽ റിസ്കിനെ നമുക്ക് എന്ത് ചെയ്യാം, ടോട്ടൽ റിസ്കിനെ രണ്ട് രീതിയിൽ ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഓപ്പറേറ്റിംഗ് റിസ്ക്. ഈ ഓപ്പറേറ്റിംഗ് റിസ്കിന്റെ വേറെ പേരാണ് എന്ത്, ബിസിനസ് റിസ്ക്. ഇതിന്റെ വേറെ പേരാണ് ബിസിനസ് റിസ്ക്. പിന്നെ അതുപോലെ തന്നെ അതായത് ഓപ്പറേറ്റിംഗ് റിസ്ക്കും, പിന്നെ രണ്ടാമതാണ് എന്ത്, ഫൈനാൻഷ്യൽ റിസ്ക്കും. അപ്പൊ ഈ ഓപ്പറേറ്റിംഗ് റിസ്ക് അറൈസസ് ഈ ബിസിനസ് റിസ്ക് അറൈസസ് ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഫിക്സ്ഡ് കോസ്റ്റ്. പക്ഷെങ്കിൽ ഫൈനാൻഷ്യൽ റിസ്ക് അറൈസസ് ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് ഇൻട്രസ്റ്റ് കോസ്റ്റ്. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഓപ്പറേറ്റിംഗ് റിസ്ക് ഈ ഓപ്പറേറ്റിംഗ് റിസ്ക് മെഷർ ചെയ്യാൻ നമുക്കൊരു ടൂൾ ഉപയോഗിക്കാം. അതിന് പറയുന്ന പേരാണെന്ത്, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, DOL. എന്താ പറയാ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അതായത് ഈ ഓപ്പറേറ്റിംഗ് റിസ്ക് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് യൂസ് ചെയ്യാം. അപ്പൊ ഈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന് ഒരു ഇക്വേഷൻ ഉണ്ട്. അതായത് DOL ഈസ് ഈക്വൽ ടു എന്താണ്, കോൺട്രിബ്യൂഷൻ അപ്പോൺ EBIT. കോൺട്രിബ്യൂഷൻ അപ്പോൺ EBIT. സിമ്പിൾ ആണ്, ഒന്നുമില്ല. അതായത് നമ്മുടെ നേരത്തെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കാം. അപ്പൊ ഇവിടെ നോക്കാം, ഫിക്സ്ഡ് കോസ്റ്റ് ഇവിടെയുള്ള നടുവില്. അപ്പൊ അതിന്റെ മേലത്തത് ഡിവൈഡഡ് ബൈ താഴത്തുള്ളത്. ഇതാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അതായത് ഫിക്സ്ഡ് കോസ്റ്റിന്റെ മുകളിലുള്ള സാധനം ഡിവൈഡഡ് ബൈ EBIT. ഇവിടെ താഴെ ഇങ്ങനെതാ, ഫിക്സ്ഡ് കോസ്റ്റിന്റെ നേരെ ഒരു വരാൻ വരഞ്ഞാൽ മതി, അത് തന്നെ മനസ്സിലാവും. ഫിക്സ്ഡ് കോസ്റ്റ് ഇങ്ങനെ ഒരു വരാൻ വരണം. അപ്പൊ ഇവിടെ എന്തായി, കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് അഥവാ DOL ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. ഇനി ഹയർ ദി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്, നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ഹയർ വിൽ ബി ഓപ്പറേറ്റിംഗ് റിസ്ക്. അപ്പൊ നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് കൂടുന്നതനുസരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മുടെ ഓപ്പറേറ്റിംഗ് റിസ്ക്കും എന്ത് ചെയ്യും, ഓപ്പറേറ്റിംഗ് റിസ്ക്കും കൂടി വരും. ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് നമ്മളെപ്പോഴും ടൈംസിലാണ് എന്ത് ചെയ്യുക, എക്സ്പ്രസ് ചെയ്യുക. അതായത് ഈ EBIT-ന്റെ എത്ര ടൈംസ് ആണ് ഫിക്സ്ഡ് കോസ്റ്റ്, അല്ലെങ്കിൽ EBIT-ന്റെ എത്ര ടൈംസ് ആണ് കോൺട്രിബ്യൂഷൻ, അങ്ങനെ ടൈംസിലാണ് നമ്മൾ എന്ത് ചെയ്യുക, ഈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എക്സ്പ്രസ് ചെയ്യുക. ഇനി അടുത്ത സാധനമാണ് എന്ത്, ഫൈനാൻഷ്യൽ റിസ്ക്.
അപ്പൊ നമ്മൾ ഓപ്പറേറ്റിംഗ് റിസ്ക് മെഷർ ചെയ്യാൻ നമ്മൾ എന്ത് ഉപയോഗിക്കും? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഉപയോഗിക്കും. ഇനി ഫൈനാൻഷ്യൽ റിസ്ക് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഉപയോഗിക്കാം. എന്താ ഉപയോഗിക്കാം? ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഇത് നമ്മൾ DFL എന്ന് പറയും. DFL, ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഈ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് കാണാനുള്ള ഇക്വേഷൻ ആണെന്ത്? EBIT അപ്പോൺ EBT. EBIT അപ്പോൺ EBT. ഇത് എന്താണ്? സിമ്പിൾ ആണ്. നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റ് എടുത്ത് നോക്കുക. അപ്പൊ നേരത്തെ നമ്മൾ കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ ഫിക്സ്ഡ് ഓപ്പറേറ്റിംഗ് കോസ്റ്റ് എന്ന് പറഞ്ഞത്, കോൺട്രിബ്യൂഷൻ ഡിവൈഡ് ബൈ EBIT എന്ന് പറഞ്ഞല്ലേ. അപ്പൊ ഇവിടെ നമ്മൾ എന്ത് ചെയ്യുക? ഇൻട്രസ്റ്റിന്റെ അടുത്തേക്ക് വരിക. ഫൈനാൻഷ്യൽ റിസ്ക് അറൈസസ് ബിക്കോസ് ഓഫ് ദി എക്സിസ്റ്റൻസ് ഓഫ് എന്താണ്? ഇൻട്രസ്റ്റ് ഉള്ളത് കൊണ്ടല്ലേ ഫൈനാൻഷ്യൽ റിസ്ക് വരുന്നത്. അപ്പൊ ഈ ഇൻട്രസ്റ്റിന്റെ അടുത്ത് വരും. എന്നിട്ട് ഇൻട്രസ്റ്റിന്റെ ഇവിടെ വരാൻ വരക്കാം. അപ്പൊ എന്തായി? EBIT ഡിവൈഡഡ് ബൈ EBT. EBIT ഡിവൈഡഡ് ബൈ EBT. അപ്പൊ അതാണ് എന്ത് പറയുന്നത്? ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഓക്കെ, ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഇസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ EBT. അപ്പൊ നേരത്തെ നമ്മൾ ഓപ്പറേറ്റിംഗ് ലിവറേജിൽ പറഞ്ഞതുപോലെ തന്നെ ഹയർ ദി ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്, ഫൈനാൻഷ്യൽ ലിവറേജ് കൂടുന്നതനുസരിച്ചിട്ട് ഹയർ വിൽ ബി എന്ത്? ഫൈനാൻഷ്യൽ റിസ്ക്. ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് എത്രത്തോളം കൂടുന്നോ അത്രയും ഫൈനാൻഷ്യൽ റിസ്ക്കും കൂടി വരും. ഓക്കെ, ഇനി ഈ ടോട്ടൽ റിസ്ക്, അതായത് നമ്മുടെ ഓപ്പറേറ്റിംഗ് റിസ്ക്കും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിസ്ക്കും കമ്പൈൻ ചെയ്തിട്ടല്ലേ എന്ത് കിട്ടുന്നത്? കമ്പൈൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന സാധനത്തിന് പറയുന്ന പേരാണത് ടോട്ടൽ റിസ്ക്. അപ്പൊ അതിന് നമ്മൾ ഏത് ലിവറേജ് ഉപയോഗിക്കുക? പേര് തന്നെ ഉണ്ട് കമ്പൈൻ ചെയ്തിട്ടുള്ള ലിവറേജ്, അതായത് കമ്പൈൻഡ് ലിവറേജ്. എന്താ ഉപയോഗിക്കുക? കമ്പൈൻഡ് ലിവറേജ്. എന്ത് കമ്പൈൻഡ് ലിവറേജ്? ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. എന്താ ഉപയോഗിക്കുക? ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. ഇതിനെ നമുക്ക് എന്ത് എക്സ്പ്രസ് ചെയ്യാം? DCL എന്ന് പറഞ്ഞ് എക്സ്പ്രസ് ചെയ്യാം. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. ഇനി ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജിന് ഒരു ഇക്വേഷൻ ഉണ്ട്. എന്താണ്? ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഇസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ അപ്പോൾ EBT. ഇതാണ് കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നോക്കാം. ഇവിടെ കമ്പൈൻഡ് ലിവറേജ് എപ്പാ വരുന്നത്? ഓപ്പറേറ്റിംഗ് കോസ്റ്റും ഇൻട്രസ്റ്റും രണ്ടും ഉള്ളത് കൊണ്ടല്ലേ എന്ത് വരുന്നത്? കമ്പൈൻഡ് ലിവറേജ് വരുന്നത്. അപ്പൊ എന്ത് ചെയ്യാം? ഇതിന്റെ നടുവിലേക്ക് ഒരു വരക്കാം. അപ്പൊ എന്തായിരിക്കും? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. അപ്പൊ അതാണ് എന്തെന്ന് പറയുന്നത്? ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇത് വേറെ രീതിയിലും കൂടി കണ്ടുപിടിക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ, ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് മൾട്ടിപ്ലൈഡ് ബൈ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. അപ്പൊ എങ്ങനെ? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് വെച്ചാൽ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT ഇൻറ്റു എന്ത്? ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജോ? EBIT ഡിവൈഡഡ് ബൈ EBT. അപ്പൊ ഇവിടെ മേലെ EBIT ഉണ്ട്, താഴെ EBIT ഉണ്ട്. ഇത് രണ്ടും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. ബാലൻസ് എന്ത് വരും? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. ഇതെന്താണ്? ഇത് സെയിം അല്ലേ? പിന്നെയാണ് നമ്മൾ ഈ ഇക്വേഷൻ്റെ അകത്തേക്ക് എത്തുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലായെന്ന് വിചാരിക്കും. ഇനി അടുത്തായിട്ട് പറയുന്നത് എന്താണ്? ഹയർ ദി ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം നമ്മുടെ എന്ത് കൂടും? ടോട്ടൽ റിസ്ക് ഓഫ് ദി ബിസിനസ്സും കൂടും. ഓക്കെ, നമ്മൾ സമ്മറി ആയിട്ട് പറയുകയാണെങ്കിൽ നമുക്കറിയാം നമ്മുടെ ഓപ്പറേറ്റിംഗ് റിസ്ക് എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് റിസ്ക് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് യൂസ് ചെയ്യാം. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ഫൈനാൻഷ്യൽ റിസ്ക് മെഷർ ചെയ്യാൻ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് യൂസ് ചെയ്യാം. ഇനി നമ്മുടെ ടോട്ടൽ റിസ്ക് മെഷർ ചെയ്യാനോ നമുക്ക് എന്ത് യൂസ് ചെയ്യാം? ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് യൂസ് ചെയ്യാം. ഇനി ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന്റെ ഇക്വേഷൻ എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT.
ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജോ EBIT ഡിവൈഡഡ് ബൈ EBT. EBIT divided by EBT. Degree of combined leverage of contribution divided by EBT. Contribution divided by earnings before tax. In degree of combined leverage, നമുക്ക് വേറെ ഇക്വേഷൻ കൂടി കണ്ടുപിടിക്കാം. എങ്ങനെയാണ്? Degree of operating leverage into degree of financial leverage. Degree of operating leverage into degree of financial leverage. അപ്പോൾ നമ്മുടെ ടോട്ടൽ റിസ്ക് രണ്ട് രീതിയിലാണ്. എന്തൊക്കെയായിരുന്നു? ഓപ്പറേറ്റിംഗ് റിസ്ക്കും അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ റിസ്ക്കും. ഓപ്പറേറ്റിംഗ് റിസ്ക് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. ഫൈനാൻഷ്യൽ റിസ്ക് മെഷർ ചെയ്യാൻ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഇത് രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ളതാണ് എന്ത്? ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഉപയോഗിച്ച് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ പറ്റും? നമ്മുടെ ഓവറോൾ ബിസിനസിന്റെ റിസ്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഐ ഹോപ്പ് ദിസ് വൺ ഈസ് ക്ലിയർ ഫോർ യു. ഓക്കെ, ഇനി നമുക്ക് അടുത്തായിട്ട് എന്ത് ചെയ്യാം? നമ്മുടെ ലിവറേജസ് ചാപ്റ്ററിലെ അടുത്തൊരു കോൺസെപ്റ്റിലേക്ക് നോക്കാം. ഇപ്പൊ ഇവിടെ നമ്മുടെ ചോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡ്, നമ്മുടെ സ്വന്തം ചോട്ടാ ഭീമിന്റെ ചോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ 22-23 ഇൻകം സ്റ്റേറ്റ്മെന്റ് ആണ് നമുക്ക് ഇവിടെ തന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 10 ലാക്ക്. വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത് 5 ലാക്ക്. അപ്പൊ 10 ലാക്ക് സെയിൽസിൽ നിന്നും 5 ലാക്ക് വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്ത് കിട്ടുന്ന ഫിഗർ നമ്മൾ വിളിക്കുന്ന പേരാണ് കോൺട്രിബ്യൂഷൻ. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 5 ലാക്സ്. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? 2,50,000 നമ്മുടെ വേരിയബിൾ കോസ്റ്റ് മൈനസ് ചെയ്തു. ബാലൻസ് കിട്ടുന്ന ഫിഗറിനെ വിളിക്കുന്ന പേരാണ് എന്ത്? EBIT, ഏർണിംഗ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ആൻഡ് ടാക്സ്. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു 2,50,000. അതിൽ നിന്നും നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ അസംഷൻ ആണ്, ഇത് അസ്യൂം ചെയ്ത ഇൻട്രസ്റ്റ് ആണ്. അസ്യൂം ചെയ്ത ഇൻട്രസ്റ്റ് എമൗണ്ട് ഈസ് 50,000. അത് നമ്മൾ എന്ത് ചെയ്തു? മൈനസ് ചെയ്തു. ബാലൻസ് ഉള്ള ഫിഗർ നമ്മൾ വിളിക്കുന്ന പേരാണ് ഏർണിംഗ്സ് ബിഫോർ ടാക്സ്. ആൻഡ് ഇറ്റ് ഈസ് 2 lakh rupees. ഇനി നെക്സ്റ്റ് ഇയർ, ദാറ്റ് ഈസ് 2023-24 നമ്മുടെ ചോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ബിസിനസ് എന്ത് ചെയ്തു? കുറച്ചുകൂടി വളർന്നു. ദാറ്റ് ഈസ് അവിടെ ഒരു 10% ഇൻക്രീസ് ഉണ്ടായി. എന്തില്? നമ്മുടെ സെയിൽസിലെന്ന് വിചാരിക്കാം. ദാറ്റ് ഈസ് 10% ഇൻക്രീസ് ഉണ്ടായി. അപ്പൊ നമ്മുടെ റിവൈസ്ഡ് സെയിൽസ് വാല്യൂ എത്രയായി? 10% ഇൻക്രീസ് ചെയ്താൽ ദാറ്റ് ഈസ് 10 lakhsന്റെ 10% ഇൻക്രീസ് ചെയ്ത് അപ്പൊ എത്ര കിട്ടും? 11 lakhs ആയി. സെയിൽസ് എത്രയായി? 11 lakhs ആയി. അപ്പോ ഈ സെയിൽ കൂടുന്ന അനുസരിച്ചിട്ട് എന്ത് കൂടും? വേരിയബിൾ കോസ്റ്റും ഇൻക്രീസ് ആവും. അപ്പം വേരിയബിൾ കോസ്റ്റ് ഇൻക്രീസ് ചെയ്ത് എത്രയായി? 10% ഇൻക്രീസ് ചെയ്ത് 5,50,000. 5,50,000 ആയി. അപ്പോൾ ഈ സെയിൽസിൽ നിന്ന് നമ്മൾ വേരിയബിൾ കോസ്റ്റ് കുറച്ച് കിട്ടുന്ന ഫിഗറിനെ വിളിക്കും എന്താണ്? കോൺട്രിബ്യൂഷൻ. അപ്പൊ കോൺട്രിബ്യൂഷൻ എത്രയായിരിക്കും? 11 lakhs മൈനസ് 5,50,000. ദാറ്റ് ഈസ് 5,50,000. കോൺട്രിബ്യൂഷൻ എത്രയാണ്? 5,50,000. ഇനി നമ്മുടെ സെയിൽസ് മാറുന്ന അനുസരിച്ചിട്ട് ഫിക്സ്ഡ് കോസ്റ്റ് ചേഞ്ച് ആവോ? ഇല്ല, ഫിക്സ്ഡ് കോസ്റ്റ് ഒരിക്കലും ചേഞ്ച് ആവില്ല. അപ്പൊ നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 2,50,000. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്? 2,50,000. അപ്പൊ നമ്മുടെ 5,50,000 കോൺട്രിബ്യൂഷനിൽ നിന്നും 2,50,000 ഫിക്സ്ഡ് കോസ്റ്റ് കുറച്ചിട്ട് ബാക്കി കിട്ടുന്ന എമൗണ്ടിനെ നമ്മൾ എന്ത് വിളിക്കും? EBIT. അപ്പൊ EBIT എത്രയാണ്? 3 lakhs. 3 lakhs ആണ് EBIT. ഇനി അതിൽ നിന്നും നമ്മുടെ ഇൻട്രസ്റ്റ് എമൗണ്ട് ചേഞ്ച് ആവോ? ഇല്ല. നമ്മൾ എത്രയാണോ ബോറോ ചെയ്തത് അത് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിന്റെ പുറത്താണ് ഇൻട്രസ്റ്റ് കൊടുക്കേണ്ടത്. അപ്പൊ നമ്മുടെ സെയിൽസ് കൂടിയോ കുറഞ്ഞോ അതൊന്നും എന്തല്ല, അതിനെ ബാധിക്കുന്ന കാര്യമല്ല. അപ്പൊ നമ്മുടെ ഇൻട്രസ്റ്റ് കോസ്റ്റ് ഒരിക്കലും ചേഞ്ച് ആവില്ല. അത് എത്രയാണ്? 50,000. ഓക്കെ, അപ്പൊ 3 lakh മൈനസ് 50,000 നമുക്ക് ബാലൻസ് എത്ര കിട്ടി? 2,50,000 കിട്ടി. ഓക്കെ, അപ്പൊ ഇതാണ് എന്ത്? 2023-24 ഇൻകം സ്റ്റേറ്റ്മെന്റ്. 2023-24 എന്ത്? നമ്മുടെ ചോട്ടാ പ്രൈവറ്റ് ലിമിറ്റഡിന്റെ ഇൻകം സ്റ്റേറ്റ്മെന്റ്. അപ്പൊ ഈ ഇൻകം സ്റ്റേറ്റ്മെന്റ് നമ്മൾ നോക്കാം. ഓക്കെ, അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? അപ്പൊ ഇവിടെ നമുക്ക് എന്ത് ചെയ്തു? സെയിൽസ് 10% ഇൻക്രീസ് ചെയ്തു. അപ്പൊ അതിനനുസരിച്ചിട്ട് നമ്മുടെ കോൺട്രിബ്യൂഷൻ എത്ര പെർസെന്റേജ് ഇൻക്രീസ് ആയി? 10% ഇൻക്രീസ് ആയി. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുക? നമ്മുടെ EBIT എത്രത്തോളം ഇൻക്രീസ് ആയി എന്ന് ചെക്ക് ചെയ്യാം. EBIT അപ്പൊ എത്രയായിരിക്കും? EBIT എത്രത്തോളം ഇൻക്രീസ് ആയിട്ടുണ്ടാവും? ഇവിടെ എത്രയാണ്? 2,50,000 നിന്നും 3 lakhലേക്ക് ഇൻക്രീസ് ആയി. അപ്പൊ എത്രയാണ് അവിടെ ഇൻക്രീസ്? 50,000. അപ്പൊ നമുക്ക് എന്താ പറയാം? 50,000 ഡിവൈഡഡ് ബൈ ആദ്യം എത്രയായിരുന്നു? 2,50,000. 2,50,000 ഇൻറ്റു 100 ഇൻറ്റു 100. അപ്പൊ നമുക്ക് പെർസെന്റേജിൽ കിട്ടും. അപ്പൊ എത്ര ഉണ്ടാവുക? നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 50,000 ഡിവൈഡഡ് ബൈ 2,50,000. അപ്പൊ എത്രയാണ്? 20% ഇൻക്രീസ്. 20% ഇൻക്രീസ്. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യാം? നമ്മുടെ ഡിഗ്രി ഓഫ് നമ്മൾ നേരത്തെ പറഞ്ഞു എന്താണ്? നമ്മുടെ ഓപ്പറേറ്റിംഗ് റിസ്ക് എത്രത്തോളം ഉണ്ട് മെഷർ ചെയ്യാൻ നമ്മൾ എന്താ യൂസ് ചെയ്യുക? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് അല്ലേ യൂസ് ചെയ്യുക. അപ്പൊ നമ്മുടെ 2022-23 ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണോ നോക്കാം. അപ്പൊ അതെങ്ങനെ നമുക്ക് കിട്ടുക? നമ്മൾ എന്ത് ചെയ്യുക? ഫിക്സ്ഡ് കോസ്റ്റിന്റെ കൂടെ ഒരു വരാൻ വരക്കാം. അപ്പൊ എത്രയാണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അപ്പൊ എന്താണ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT. അപ്പൊ ഇവിടെ എത്രയാണ്? കോൺട്രിബ്യൂഷൻ എത്രയാണ്? 5 lakh. 5 lakh ഡിവൈഡഡ് ബൈ EBIT എത്രയാണ്? 2,50,000. 2,50,000. അപ്പൊ അതെത്രയാണ്? 2 times. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണ്? 2 times. ഇനി നമ്മൾ എന്ത് ചെയ്യാം?
ഇനി ഞാനൊരു കാര്യം പറഞ്ഞാൽ നിങ്ങൾക്കത് നിഷേധിക്കാൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയട്ടെ, എന്താണെന്ന് അറിയോ? അതായത് ഞാൻ പറയുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ്, എന്താണ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT is equal to percentage increase in sales into degree of operating leverage. ഞാൻ പറയുന്നത് നമ്മൾ EBIT-യിലുള്ള ഇൻക്രീസ് ഉണ്ടല്ലോ, അത് എന്ന് പറയുന്നത് സെയിൽസിലുള്ള ഇൻക്രീസ് ഇൻറ്റു നമ്മുടെ ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാണോ അതാണെന്ന് പറയും. നിങ്ങൾക്ക് ഇത് നിഷേധിക്കാൻ പറ്റുമോ? ഇല്ല. കാരണം എന്താണ്? നമുക്ക് നോക്കാം. ഇപ്പൊ നമ്മുടെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT എത്രയാണ്? 20%. അതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. എത്രയാണ്? 20%. അപ്പൊ നമുക്ക് എന്താ പറയാ, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT എന്ന് പറയുന്നത് 20%. ഇനി നമ്മളത് ഈ റൈറ്റ് ഹാൻഡ് സൈഡ് ഇക്വേഷൻ ആയിട്ട് മാച്ച് ചെയ്യുന്നുണ്ടോ നോക്കാം. അപ്പൊ എത്രയാണ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ്? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ് എത്രയായിരുന്നു? 10%. ആണോ? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ് എത്രയാണ്? 10%. അപ്പൊ നമുക്ക് എന്താ പറയാ, 10%. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ് എന്ന് പറയുന്നത് എത്രയാണ്? 10%. ഇപ്പൊ 10%. ഞാൻ പറയുന്നത് ഇവിടെ എത്രയാണ്? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് 2. അപ്പൊ ഇത് റൈറ്റ് ഹാൻഡ് സൈഡ് ആയിട്ട് ഈക്വൽ ആണെന്നുണ്ടല്ലോ. അതായത് ലെഫ്റ്റ് ഹാൻഡ് സൈഡ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ സെയിൽസ് ഇൻറ്റു ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിന് ഒരു ഇക്വേഷൻ കൂടി ഉണ്ടാക്കിയെടുക്കാം. അതായത് പെർസെൻറ്റേജ് ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ. അതായത് സെയിൽസ് എത്രയാണോ ചേഞ്ച് ആവുന്നത് അത്രയും പെർസെൻറ്റേജ് ആണ് കോൺട്രിബ്യൂഷൻ ചേഞ്ച് ആവുക. അപ്പൊ നമുക്ക് എന്താ പറയാം, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT അപ്പോൾ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. അപ്പൊ നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ ആണ് നമ്മൾ പറയുന്നത്. ഇനി നമുക്ക് അടുത്തായിട്ട് എന്ത് ചെയ്യാം, ഇനി നമ്മൾ EBIT-യിലെ ചേഞ്ച് എത്രയാണ് നമ്മൾ നോക്കി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ EBT എത്രത്തോളം ചേഞ്ച് ചെയ്ത് നോക്കാം. EBT അതായത് ഏർണിംഗ്സ് ബിഫോർ ടാക്സ് എത്രത്തോളം ഇൻക്രീസ് ആയി നോക്കാം. ഇവിടെ എത്രയാണ് ഇൻക്രീസ് ആയത്? 50,000. ആദ്യം 2 lakhs ആയിരുന്നു, ഇപ്പൊ എത്ര ഇൻക്രീസ് ആയി? 2,50,000 ആയി. അപ്പൊ ഇവിടെ എത്രയാണ് ഇൻക്രീസ്? 50,000 ഇൻക്രീസ് ആയി. 50,000 ഡിവൈഡഡ് ബൈ എത്ര? ആദ്യം ഓൾറെഡി എത്രയായിരുന്നു? 2 lakhs. 2 lakhs ഇൻറ്റു 100. ഇപ്പൊ എത്ര ഉണ്ടാവാം നമുക്ക് നോക്കാം. 50,000 ഡിവൈഡഡ് ബൈ 2 lakhs ഇൻറ്റു 100. ഇപ്പൊ ഇവിടെ എത്രയാണ്? 25%. 25% ഇൻക്രീസ് ആയി. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. എന്താണ് ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. നേരത്തെ നമ്മൾ എന്ത് കമ്പ്യൂട്ട് ചെയ്തു? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് കമ്പ്യൂട്ട് ചെയ്തില്ലേ? ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഒന്ന് കമ്പ്യൂട്ട് ചെയ്ത് നോക്കാം. ഇപ്പൊ DFL ഈസ് ഈക്വൽ ടു എന്താണ്? EBIT അപ്പോൾ EBT. എന്താണ്? EBIT അപ്പോൾ EBT. അതിന് നമുക്ക് കിട്ടാം ഇതാ, ഇവിടെ നോക്കുക. ഇവിടെ എന്ത് ചെയ്യാം, ഇൻട്രസ്റ്റ്. നമ്മൾ എന്ത് ചെയ്യുകയാണെന്നുണ്ട്, ഇൻട്രസ്റ്റ് കണ്ടില്ലേ? ഇൻട്രസ്റ്റ് നേരെ നമ്മൾ എന്ത് ചെയ്യുക, ഒരു വര വരക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? EBIT ഡിവൈഡഡ് ബൈ EBT. എന്താ കിട്ടുക? EBIT ഡിവൈഡഡ് ബൈ EBT. അപ്പൊ അതാണ് എന്ത് പറയുന്നത്, ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ അത് എത്രയായിരിക്കും നോക്കാം. ഇവിടെ 2,50,000 ഡിവൈഡഡ് ബൈ 2 lakh എത്രയാണ്? 2,50,000 ഡിവൈഡഡ് ബൈ 2,50,000 ഡിവൈഡഡ് ബൈ 2 lakh. 2,50,000 ഡിവൈഡഡ് ബൈ 2 lakh. അപ്പൊ എത്രയാണ് നോക്കാം. 2,50,000 ഡിവൈഡഡ് ബൈ 2 lakh എത്രയാണ്? 1.25. 1.25 ടൈംസ്. ഓക്കെ, 1.25 ടൈംസ് ആണെന്ന് കിട്ടി. അപ്പൊ ഇനി അടുത്തതായിട്ട് നേരത്തെ ഒരു കാര്യം പറഞ്ഞില്ല, അതേപോലെ തന്നെ ഇപ്പൊ ഞാൻ വീണ്ടും ഒരു കാര്യം പറയാം. നോക്കിക്കോളെ എന്താണ്. അതായത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBT ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT ഇൻറ്റു DFL. ഞാൻ പറയുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBT. EBTയിൽ ഉണ്ടായ ഇൻക്രീസ് എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT ഇൻറ്റു ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ആണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റുമോ? ഇത് നോക്കാം. ഓക്കെ, ഞാൻ പറയുന്നത് പറ്റൂല, നോക്കാം. അപ്പോൾ ഇവിടെ എത്രയാണ് ഇൻക്രീസ്? ഇവിടെ 25% ആണ് ഇൻക്രീസ്.
ഓക്കെ, ഇപ്പൊ 25% ആണ് ഇൻക്രീസ്. ഇപ്പൊ ഇവിടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്രയാണ്? 25%. ഇനി അത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT ഇൻറ്റു DFL ആണോ നോക്കാം. ഇവിടെ പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBT എത്രയാണ്? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBT, പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBT എന്ന് പറയുന്നത് എത്രയാണ്? 20%. 20%. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT എത്രയാണ്? EBIT 20%. അപ്പം 20% ഇൻറ്റു ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് എത്രയാ? 1.25. 1.25. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 20 ഇൻറ്റു 1.25 എത്ര കിട്ടും? 25%. അപ്പൊ എന്താണ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBT എന്ന് പറയുന്നത്? എന്താണ് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT ഇൻറ്റു DFL ആണ്. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യാം? നമ്മൾ DFL ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തൂടെ? അതെന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT എന്താണ്? DFL ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇപ്പോൾ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജും ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജും നമ്മുടെ സെയിൽസ് ഇൻക്രീസ് ചെയ്താൽ എങ്ങനെ കണ്ടുപിടിക്കണം എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? അടുത്തായിട്ട് നോക്കാം. ഇനി നമുക്ക് അടുത്തത് ഇതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? നമ്മുടെ ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. നമ്മൾ DFLും DOLും കണ്ടുപിടിച്ചില്ല, അപ്പൊ നമ്മൾ ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം. ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. അപ്പം DCL എന്തായിരുന്നു? ഒന്നുമില്ല, നമ്മൾ എന്ത് ചെയ്യുക? ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരിക. അപ്പോൾ ഇതാ DCL എന്ന് പറയുന്നത് ഈ രണ്ട് സാധനം ഉണ്ട്. ഈ രണ്ട് സാധനത്തിന്റെ ഇടയിലാണ് DCL. അപ്പൊ എന്ത് ചെയ്യാം? നടുവിലൊരു വര വരക്ക്. അപ്പൊ എന്താണ്? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. അപ്പൊ എന്താണ്? DCL ഈസ് ഈക്വൽ ടു കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBT. അപ്പൊ എത്രയാണ് കോൺട്രിബ്യൂഷൻ? എത്രയാണ് കോൺട്രിബ്യൂഷൻ? 5 lakh. EBTയോ 2 lakh. അപ്പൊ 5 lakh ഡിവൈഡഡ് ബൈ 2 lakh. അപ്പൊ നമുക്ക് എത്ര കിട്ടും? 5 lakh ഡിവൈഡഡ് ബൈ 2 lakh എത്രയാണ്? 2.5 ടൈംസ്. ഇതേ സാധനം നമുക്ക് വേറെ രീതിയിൽ കണ്ടുപിടിച്ചൂടെ? DCL എങ്ങനെയായിരുന്നു? ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഇൻറ്റു ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ്. ഇവിടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാ? 2 ടൈംസ്. അവിടെ ഉണ്ട്. ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എത്രയാ? 2 ടൈംസ്. ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജോ 1.25. നമുക്ക് എത്ര കിട്ടും? 2 ഇൻറ്റു 1.25 അത്രയാണ് 2.5 ടൈംസ്. രണ്ട് രീതിയിൽ കണ്ടുപിടിച്ചാലും നമുക്ക് ഒരേ ആൻസർ കിട്ടും. ഓക്കെ, ഇപ്പൊ ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി ഞാൻ അടുത്തായിട്ട് ഒരു കാര്യം പറയട്ടെ. എന്താണെന്ന് അറിയാം? അടുത്തായിട്ട് ഞാൻ ഒരു കാര്യം പിന്നെയും പറഞ്ഞു. നേരത്തെ 2 കാര്യം പറഞ്ഞില്ല, അതുപോലെ വീണ്ടും ഒരു കാര്യം കൂടി ഞാൻ പറഞ്ഞു. എന്താണെന്ന് വെച്ചാൽ ഞാൻ പറയുന്നത് പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBT ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കോൺട്രിബ്യൂഷൻ ഇൻറ്റു ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ്. അതായത് നമ്മളെ EBTയിലുള്ള ഇൻക്രീസ് ഉണ്ടല്ലോ, അതായത് നമ്മുടെ EBTയിലുള്ള ഇൻക്രീസ് ഉണ്ടല്ലോ, ഈ 25%. ഇത് എന്ന് പറയുന്നത് നമ്മുടെ സെയിൽസിൽ അഥവാ കോൺട്രിബ്യൂഷന്റെ അകത്തുള്ള 10%, അതായത് ഇൻക്രീസിന് ഇൻറ്റു ഡിഗ്രി ഓഫ് കമ്പൈൻഡ് ലിവറേജ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അത് ശരിയാണോ? നമുക്ക് ചെക്ക് ചെയ്യും. അപ്പൊ നമ്മുടെ EBTയിൽ ഇൻക്രീസ് എത്രയാ? 25%. അപ്പൊ നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് എത്രയായിരിക്കും? 25%. അത് എന്തിന് ഈക്വൽ ആണ് ഞാൻ പറഞ്ഞത്? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കോൺട്രിബ്യൂഷൻ ഇൻറ്റു DCL ഈക്വൽ ആണ് ഞാൻ പറഞ്ഞത്. അപ്പൊ അതാണോ? നമുക്ക് ചെക്ക് ചെയ്യാം. പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കോൺട്രിബ്യൂഷൻ എത്രയാ? 10%. എത്രയാണ്? 10%. ഓക്കെ, അപ്പൊ 10% നമുക്ക് എന്താ ചെയ്യാം? 10% നോക്കാം ഇൻറ്റു എന്ത്? DCL എത്രയാ? 2.5 നിൽക്കും. അപ്പൊ എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 25%. അപ്പൊ ഇവിടെ റൈറ്റ് ഹാൻഡ് സൈഡ് ഈസ് ഈക്വൽ ടു ലെഫ്റ്റ് ഹാൻഡ് സൈഡ്. അപ്പൊ നമുക്ക് എന്ത് പറയാം? പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ EBIT ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ഇൻക്രീസ് ഇൻ കോൺട്രിബ്യൂഷൻ DCL. അപ്പൊ ഇതിൽ നിന്നും നമുക്ക് DCL ഒരു ഇക്വേഷൻ ജനറേറ്റ് ചെയ്തൂടെ? അതെന്താണ്? പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ എന്താണ്? EBT ഡിവൈഡഡ് ബൈ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ.
ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ സമ്മറി ആക്കിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് പറയാം എന്ത് ഇതിനെ സമ്മറി ആക്കിയിട്ട് പറയുകയാണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBIT divided by percentage change in sales or percentage change in contribution എന്ന് പറയാം. പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ സെയിൽസ് ഓർ പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ കോൺട്രിബ്യൂഷൻ. ഇനി ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജിന് എങ്ങനെ പറയാം, ഡിഗ്രി ഓഫ് ഫൈനാൻഷ്യൽ ലിവറേജ് ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBT divided by percentage change in എന്ത് EBIT, percentage change in EBIT, percentage change in EBT divided by percentage change in EBIT. ഇനി അവസാനമായിട്ട് നമ്മുടെ കമ്പൈൻഡ് ലിവറേജ് നമുക്ക് എന്ത് പറയാം, DCL ഈസ് ഈക്വൽ ടു പെർസെൻറ്റേജ് ചേഞ്ച് ഇൻ EBT divided by percentage change in sales or percentage change in contribution. ഓക്കെ, ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇത് മൂന്നാണെന്ത്, നമ്മുടെ സെയിൽസിൽ ചേഞ്ച് വരുമ്പോൾ നമ്മൾ എങ്ങനെയാണ് DOL-ഉം DFL-ഉം അതുപോലെ തന്നെ DCL-ഉം കണ്ടുപിടിക്കാന്നുള്ള ഇക്വേഷൻ. ഓക്കെ, അപ്പൊ ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇനി അടുത്തതായിട്ട് നമുക്ക് രണ്ട് കോൺസെപ്റ്റും കൂടിയാണ് പറയാനുള്ളത്. ഒന്നാമത്തെയാണെന്ത്, മാർജിൻ ഓഫ് സേഫ്റ്റി. എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി? അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത് എന്താണ്, അതായത് ഒന്നുമില്ല, നമ്മളുടെ കോൺട്രിബ്യൂഷന് എന്താണ് മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്? മാർജിൻ ഓഫ് സേഫ്റ്റി സിമ്പിൾ ആണ്. അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു EBIT ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. EBIT ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ. അതായത് നമ്മുടെ കോൺട്രിബ്യൂഷന്റെ എത്ര ശതമാനമാണ് നമുക്ക് EBIT ആയിട്ട് ലഭിച്ചത്. അതായത് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റും കുറച്ചിട്ട് നമുക്ക് EBIT നമ്മുടെ കോൺട്രിബ്യൂഷന്റെ എത്രത്തോളം ലഭിച്ചു, അതിനെ പറയുന്ന പേരാണെന്ത്, മാർജിൻ ഓഫ് സേഫ്റ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത് നമുക്ക് കാണുമ്പോൾ എന്തെങ്കിലും ഒരു ബന്ധം തോന്നുന്നുണ്ടോ? നമ്മുടെ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്തായിരുന്നു? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT അല്ലേ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT അല്ലേ? കോൺട്രിബ്യൂഷൻ ഡിവൈഡഡ് ബൈ EBIT അല്ലേ നമ്മുടെ എന്ത് ഓപ്പറേറ്റിംഗ് ലിവറേജ് എന്ന് പറയുന്നത്. അപ്പൊ ഇത് നേരെ ഇതിന്റെ ഉൾട്ടല്ലേ എന്ത് EBIT ഡിവൈഡ് ബൈ കോൺട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ ഒരു കാര്യം പറഞ്ഞൂടെ, അതായത് മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു 1 ബൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ്. അതായത് ഈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജിനെ തിരിച്ചിട്ടാല് അതെന്തായി, മാർജിൻ ഓഫ് സേഫ്റ്റി ആയില്ലേ? അപ്പൊ മാർജിൻ ഓഫ് സേഫ്റ്റി ഈസ് ഈക്വൽ ടു 1 ബൈ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഓർ ഡിഗ്രി ഓഫ് ഓപ്പറേറ്റിംഗ് ലിവറേജ് ഈസ് ഈക്വൽ ടു 1 ബൈ മാർജിൻ ഓഫ് സേഫ്റ്റി. മാർജിൻ ഓഫ് സേഫ്റ്റി. ഇപ്പൊ ഈ കോൺസെപ്റ്റ് നിങ്ങൾ ക്ലിയർ ആയെന്ന് വിചാരിക്കും. ഇത് സാധാരണ എന്ത്, ബ്രേക്ക് ഈവൺ പോയിന്റ്. ഈ പേര് തന്നെ ബ്രേക്ക് പിടിക്കുക. അതായത് ബ്രേക്ക് ഈവൺ പോയിന്റ് എന്ന് വെച്ചാൽ ഒന്നുമില്ല, എന്താണ്, നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ. അതിനാണ് നമ്മൾ എന്താ പറയുക, നോ പ്രോഫിറ്റ് നോ ലോസ് സിറ്റുവേഷൻ. അതായത് നമ്മുടെ EBIT ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. അതായത് ബ്രേക്ക് ഈവൺ പോയിന്റിൽ നമ്മുടെ EBIT ഇസ് ഈക്വൽ ടു 0 ആയിരിക്കും. നമ്മുടെ EBIT എപ്പോഴാണ് 0 ആവുക? നമുക്കറിയാം EBIT നമുക്ക് എങ്ങനെയാണ് കിട്ടുക, കോൺട്രിബ്യൂഷൻ മൈനസ് ഫിക്സ്ഡ് കോസ്റ്റ് അല്ലേ, ഇസ് ഈക്വൽ ടു EBIT. അപ്പൊ അതായത് വെൻ നമ്മുടെ കോൺട്രിബ്യൂഷൻ ഇസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ആവുന്നത്, നമ്മുടെ കോൺട്രിബ്യൂഷൻ എപ്പോഴാണോ ഫിക്സ്ഡ് കോസ്റ്റുമായിട്ട് ഈക്വൽ ആവുന്നത് ആ സമയത്ത് നമുക്ക് വിളിക്കുന്ന പേരാണ് എന്ത്, ബ്രേക്ക് ഈവൺ പോയിന്റ്. അതായത് നമുക്ക് പ്രോഫിറ്റും ഇല്ല ലോസും ഇല്ല, നമ്മുടെ കോൺട്രിബ്യൂഷൻ ഫുള്ളും ആര് കൊണ്ടുപോയി, ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ടുപോയി, നമ്മുടെ ഓപ്പറേറ്റിംഗ് ഫിക്സ്ഡ് കോസ്റ്റ് കൊണ്ടുപോയി. ആ ഒരു സിറ്റുവേഷൻ വിളിക്കുന്ന പേരാണ് ബ്രേക്ക് ഈവൺ പോയിന്റ്. അപ്പൊ ഈ ബ്രേക്ക് ഈവൺ പോയിന്റ് കഴിഞ്ഞിട്ട് നമ്മൾ ജനറേറ്റ് ചെയ്യുന്ന ഈച്ച് കോൺട്രിബ്യൂഷൻ നമ്മളുടെ എന്തായിരിക്കും,
പ്രോഫിറ്റ് ആയിരിക്കും. ഓക്കെ, ഇപ്പൊ ഒരു ബ്രേക്ക് ഈവൻ പോയിന്റ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉണ്ടാവുക? പ്രോഫിറ്റ് ഉണ്ടാവും. ഇപ്പൊ ഈ ബ്രേക്ക് ഈവൻ പോയിന്റ് കണ്ടുപിടിക്കാൻ, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്താലാണ് യൂണിറ്റ്സിൽ, അതായത് ബ്രേക്ക് ഈവൻ പോയിന്റ് നമ്മൾ എത്ര യൂണിറ്റ്സ് സെയിൽ ചെയ്താലാണ് നമ്മുടെ ഫിക്സ്ഡ് കോസ്റ്റുമായിട്ട് ഈക്വൽ ആവാന്ന് കണ്ടുപിടിക്കാൻ നമുക്ക് എങ്ങനെ ചെയ്യാം? ഇറ്റ് ഈസ് ഈക്വൽ ടു ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് ഡിവൈഡഡ് ബൈ കോൺട്രിബ്യൂഷൻ പെർ യൂണിറ്റ്. ഇത് ക്ലിയർ ആയെന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ലിവറേജസ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്സ്. അപ്പോൾ ഇതിന്റെ ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യുന്ന സെഷൻസ് നമുക്ക് എന്ത് ചെയ്യാം? അടുത്ത ക്ലാസ്സുകളിൽ എടുക്കാം. അപ്പോൾ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസും RTPയും അതുപോലെ തന്നെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? സോൾവ് ചെയ്യണം. അപ്പോൾ അതെന്ത് ചെയ്യാം? നമുക്ക് അടുത്ത സെഷനിൽ കാണാം. അതുവരേക്കും താങ്ക് യു ഗൈസ്.